വസ്ത്രം ഊരി ബഹിഷ്കരിക്കുക എന്നുള്ള സാധനം ജനാധിപത്യ രീതിയിൽ ഇന്ത്യയുടെ പ്രതിഷേധത്തിൻ്റെ മുൾമുനയാണ് വസ്ത്രം ഊരി പ്രതിഷേധിക്കൽ. ഇനി ഇവർക്ക് അടിവസ്ത്രം ഊരി പ്രതിഷേധിക്കുക അവരുടെ അടുത്ത് വേണ്ടത്, അതിനുള്ള മാന്യതയ്ക്ക് ഇവർക്കുള്ളൂ. പക്ഷേ ഞാനത് പഠിച്ചിട്ടില്ലാത്ത കാരണം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് പ്രതികരിച്ച രീതിയിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. അതാണ് മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചത്. അതല്ലാതെ ഇവിടെ MLA ഇല്ലേ, ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, അവർക്കെന്താ നാക്കും വാക്കൂല്ലേ? ഈ തൃശ്ശൂർ രാമനിലയത്തിൽ പോയിരുന്നു ഈ കള്ളന്മാരെ കൂടെ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ ഇവിടെയുള്ള മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊന്നും കരുവന്നൂർ വരെ അറിയില്ലേ, നിക്ഷേപരെ കാണാൻ അറിയില്ലേ? അതിവിടെ ഉള്ളവർ ഈ ചൂണ്ടുവരൽ മഷി ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചൂണ്ടുവരൽ വെട്ടി ഞങ്ങൾ പോയി, ഇനി നിങ്ങൾക്ക് അധികാരമില്ല, വാക്കില്ല, 5 കൊല്ലം കഴിയട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാമെന്നാണോ? എന്താ അവർ വിചാരിച്ചിട്ടുള്ളത്? ഇവിടെ പൗരനാണ് പരമാധികാരി, അത് നമ്മൾ കാണിക്കുകയും ചെയ്യും. അവരെന്നെ കളിയാക്കാ ചെയ്തത്. മുൻപ് നിന്നോട് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, ഈ 60 ലക്ഷം രൂപ ഇനി ബാക്കിയുണ്ട്. അതിന് 8% പലിശ വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലുണ്ട്, അമ്മായിയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ പേരിൽ, ചേച്ചിയുടെ മോളുടെ പേരിൽ, എല്ലാം കൂടി ഇനി 60 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അത് അങ്ങനെ ഒരു വാക്ക് ഇപ്പോഴും ഇല്ലല്ലോ. ഇവർക്ക് വാക്കില്ല. ഇവർ ഈ ഉരുട്ടി വിഴുങ്ങിയ വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പോൾ ഇരുത്തിയിട്ടുള്ള ഒരാൾ. പിന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറയുന്ന ആളുകൾ ഞാനിവിടെ കണ്ടിട്ടില്ല ഇതുവരെ. ഈ അധികാരി ചമയുന്ന ആളുകളൊക്കെ ഇപ്പോഴും പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് കട്ടുണ്ടുപോയ ആൾക്കാർ, പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് കയറിക്കൂടിയിട്ടുള്ള മാനേജർമാരും അവർ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ ബ്രോക്കർമാരൊക്കെ ഇവിടെ കളവ് നടത്തിയത് ഇപ്പോഴും ഇതേ രീതിയാണ്. പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുവന്നൂർ സഹകാരികളുടെ മുകളിൽ കെട്ടിയേൽപ്പിക്കുക. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞ ആൾ, അയാൾ കേരള ബാങ്കിൻ്റെ ആളാണെന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ സമയത്ത് താങ്കൾ മേടിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 തവണ വരെ തരേണ്ട സമയം കഴിഞ്ഞു. 5,15 ലക്ഷം രൂപ ഇപ്പോൾ 15,25 ലക്ഷം രൂപ തരേണ്ട സമയം കഴിഞ്ഞു. നന്നായി ഇപ്പോൾ അത് തന്നോളൂ, 15,25 തന്നോളൂ. അതിപ്പോൾ പറ്റില്ല. അത് നിങ്ങൾക്ക് അന്ന് തരാമെന്ന് പറഞ്ഞതല്ലേ 5,15. അപ്പോൾ ഒരു 3 തവണ തരേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നോളൂ, നിങ്ങൾക്ക് അത്രയും സമയം പൈസ സൂക്ഷിക്കാൻ സമയം കിട്ടല്ലേ ചെയ്ത് പറഞ്ഞാൽ അത് പറ്റില്ല. ഇവർക്കൊന്നും പറ്റില്ല. ഇവിടുത്തെ എൻ്റെ തീരുമാനം, ഇനി ഇതിനു മുകളിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്. ജനാധിപത്യ ഇന്ത്യയിൽ കരുവന്നൂർ ബാങ്കും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടി കമ്മിറ്റികളും അതിൻ്റെ മുകളിലിരിക്കുന്ന സ്കൂളിൽ പോകാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും മാത്രമല്ല അധികാരികൾ, അതിന് മുകളിൽ ഒരുപാടുണ്ട്. അറിയാം ജനാധിപത്യ രീതിയിൽ പൗരനെ എങ്ങനെ പ്രതിഷേധിക്കണമെന്നും. ഈ പ്രതിഷേധം, എനിക്ക് 2 അച്ഛനുണ്ട്. നിങ്ങൾ ചിരിക്കും. ഒന്ന് എൻ്റെ അപ്പനാണ്, 2 മഹാത്മാഗാന്ധിയാണ്, രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധ രീതിയായിരുന്നു വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക. 1922 ചെയ്തത്. വസ്ത്രം ഊരി ബഹിഷ്കരിക്കുക എന്നുള്ള സാധനം ജനാധിപത്യ രീതിയിൽ ഇന്ത്യയുടെ പ്രതിഷേധത്തിൻ്റെ മുൾമുനയാണ് വസ്ത്രം ഊരി പ്രതിഷേധിക്കൽ. ഇനി ഇവർക്ക് അടിവസ്ത്രം ഊരി പ്രതിഷേധിക്കുക അവരുടെ അടുത്ത് വേണ്ടത്, അതിനുള്ള മാന്യതയ്ക്ക് ഇവർക്കുള്ളൂ. പക്ഷേ ഞാനത് പഠിച്ചിട്ടില്ലാത്ത കാരണം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് പ്രതികരിച്ച രീതിയിൽ ഞാൻ പ്രതിഷേധിക്കുന്നു. അതാണ് മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചത്.